എൻ്റെ പേര് മർലി ജോർജ്. ഞാൻ പത്തനംതിട്ടയിലെ തടിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു മർത്തോമ വിശ്വാസിയാണ്. ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് 2 വർഷത്തിന് മുന്നേ ഞാൻ യൂട്യൂബ് വഴി കണ്ടിരുന്നു. പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയില്ല. എല്ലായിടത്തും മാതാവുണ്ടല്ലോ. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയായത് എന്നെ മാരേജ് ചെയ്തുകൊണ്ടുവന്നാണ് മർത്തോമ വിശ്വാസം. ഞാനിപ്പോൾ ആ വിശ്വാസത്തിലാണ്. മാതാവിനെ എനിക്കറിയാം. ഞാൻ ആ മാതാവ് തന്നെയല്ലേ എല്ലായിടത്തും ഉള്ള മാതാവ് ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു ഇതിൽ ഞാനങ്ങനെ പോയി. ഞാൻ ഒരു നേഴ്സായിരുന്നു, നേഴ്സാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി വന്ന് എടുക്കുന്നത് ഓഗസ്റ്റ് 9, 2024 ഞാൻ രണ്ടാമത് പുതുക്കി ഡിസംബർ 11 2024. ഈ ഫെബ്രുവരി 15 2025 ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് വന്നു. അന്ന് എൻ്റെ മാതാവ് ഞാൻ ആദ്യം വെച്ച ഉടമ്പടിക്ക് എനിക്ക് ആൻസർ തന്നു. ഇതിനൊന്നും എനിക്കൊരു യോഗ്യതയില്ല, എന്നാലും എൻ്റെ മാതാവിൻ്റെ കൃപ അതൊന്നും മാത്രമാണ് എന്നെ ഇന്ന് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എൻ്റെ ദൈവം തമ്പുരാൻ സഹായിച്ചത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത്. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ US പോകാൻ ആഗ്രഹിച്ചു. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നു. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കില്ല. എനിക്ക് 52 ഇയേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ പേരൻസ് ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. 25 വർഷം മുന്നേ എൻ്റെ സ്ഥലത്തു നിന്ന് കല്യാണം കഴിച്ച് വിട്ടാണ്. എനിക്കപ്പം നാടുമായിട്ട് വലിയ ടച്ചൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ 2022 മെയ് മാസം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് എൻ്റെ നാട്ടിൽ ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തായി. ഒന്നും ആയില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഡിസംബർ 2024 ഡിസംബർ ആയപ്പോൾ ഒഫീഷ്യലി എനിക്ക് അവിടുന്ന് ഒരു റിപ്ലൈ വന്നു, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ തരില്ല, കാരണം എൻ്റെ ബാപ്റ്റിസം രജിസ്റ്ററിൽ എന്തോ ഓവർ റൈറ്റിംഗ് ഉണ്ടെന്ന്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഭയങ്കര വിഷമമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 2023 ആ ഒരു വർഷം ഞങ്ങൾ എല്ലാ ദിവസം മിക്കവാറും മാസങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പോവും. പഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയെ ഞങ്ങൾ കാണും. ഞങ്ങൾ എന്തുവാ ചെയ്യണ്ടേ, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമില്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ SLC ബുക്കുണ്ട്, എൻ്റെ ബാക്കി എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, എന്താ ഇതിനൊരു മാർഗം? അപ്പം മാഡം പറയും, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെന്താന്ന് പോയി അന്വേഷിക്കുക, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആട്ടിപ്പായിക്കോടുന്നു. അതൊക്കെ ഒത്തിരി സങ്കടത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് 3 വർഷം അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിച്ചത് ബോംബെയിലായതുകൊണ്ട് എൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് ഇങ്ങോട്ട് കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ അത് എൻ്റെ മറ്റുള്ള പ്രോസസ്സിങ്ങിന് പ്രയാസമാകും. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പം 2023 ഡിസംബർ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു വക്കീൽ ഹൈക്കോർട്ടിലുണ്ടെന്നറിഞ്ഞു. ഞങ്ങൾ അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. കാശ് അപ്പോൾ ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് പക്ഷെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കാതെയാണ് 2023 ഞങ്ങൾ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥന ചെയ്തായിട്ട് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് 24 സെപ്റ്റംബർ വരെ, ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യം വരെ പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട ഒരു കോർട്ടിൽ ഹാജരാകത്തില്ല. അങ്ങനെ നീട്ടി പോവുകയാണ്. അപ്പം ഞാൻ ഓഗസ്റ്റ് 9 ഇവിടെ വന്ന് 2024 ഡിസംബറിൽ ഉടമ്പടി എടുത്തിരുന്നു. അത് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ 2024 സെപ്റ്റംബർ 21 അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ കാശ് രൂപ തന്ന് സൈത്ത് പൂച്ചി എന്നിട്ട് പറഞ്ഞു, മകളെ നീ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുക, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എനിക്കൊരാശ്വാസം അതായിരുന്നു. ഞാൻ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി
പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ട്. മീൻസ് ഫാസ്റ്റിങ് ഞാൻ ഇടയ്ക്ക് മുടക്കിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വലിയൊരു തെറ്റാണ്. എൻ്റെ മാതാവിനോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയൊക്കെ ഇത് വന്നിട്ട് എൻ്റെ മാതാവിനെ കൈവിട്ടില്ല. ഈ ഫെബ്രുവരി എന്നിട്ട് ഞങ്ങൾ പല പ്രാവശ്യവും പിന്നെയും ചെന്നപ്പോഴൊക്കെ രൂക്ഷമായിട്ടാണ് ഈ മാടൻ ഞങ്ങളോട് പെരുമാറിയിരുന്നത്. അവസാനം 2023 അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഈ മാട അവിടുന്ന് ട്രാൻസ്ഫറായി പോയെന്ന്. പക്ഷെങ്കിൽ 2024 ഞങ്ങൾ നവംബർ 26-ാം തീയതി ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നു. ആ വിധിയുമായിട്ട് ഞാൻ പഞ്ചായത്തിൽ ചെല്ലുമ്പം ഈ മാഡം തന്നെയാണ് ആ കസേരയിലിരിക്കുന്നത്. അന്നേരം എല്ലാം ഞാൻ കാശ് രൂപം കൈ പിടിച്ച് വീട്ടിൽ എന്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ കൊടുത്താലും അതെല്ലാം ഞാൻ മാതാവിൻ്റെ എണ്ണ പുരട്ടി ഉടമ്പടി തൈലം പുരട്ടി അത് വെച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചാണ് ഞാൻ ഓരോന്നും കൊടുത്തുകൊണ്ടിരുന്നത്. അതുമാത്രമാണ് എനിക്ക് ആകെ രക്ഷയുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിച്ചു. എപ്പം പോയാലും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ കാണും, അല്ലെങ്കിൽ എൻ്റെ മാലയിൽ ഞാൻ കോർത്തിടും. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ചെറിയ കാശ് രൂപം തന്നു. അതാണ് ഇപ്പോൾ എൻ്റെ മാലയിൽ കിടക്കുന്നത്. വലിയ കാശ് രൂപം ഞാൻ എപ്പോൾ പോയാലും എൻ്റെ കയ്യിൽ ഞാൻ വെക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പേപ്പർ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നു. പിന്നെ അതൊന്നും തിരക്കാൻ പോയില്ല. അപ്പം മാഡം പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ആകെ വിഷമമായി. ആകെ എന്തോ എന്നെ അതിനും കിട്ടത്തില്ലയോ എന്തോ എനിക്കറിയത്തില്ല. ഞാനൊരു മനുഷ്യനല്ലേ. അപ്പം അവരങ്ങനെ പറഞ്ഞേക്കുന്ന എൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് ഞാനിത് തരത്തില്ല എന്നവർ തർപ്പിച്ചു പറഞ്ഞു. ആ ഒരു വിഷമം ഞാൻ പുള്ളിക്കാരുടെ ഫേസ് കണ്ടപ്പോൾ എനിക്കങ്ങ് ആകെ അങ്കലപ്പായി. പക്ഷെങ്കിൽ എൻ്റെ മാതാവ് ഉടനെ എന്നെ ഉള്ളി പറയുന്ന പോലെ എനിക്ക് തോന്നി, മോളെ നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് തരില്ല എന്ന് പറഞ്ഞ ആ മാഡം തന്നെയായിരിക്കും നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഉടനെ പുള്ളിക്കാരനോട് പറഞ്ഞു, അപ്പം അതേണ്ട ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ പറഞ്ഞില്ല, അവിടെ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് പോന്നു. അങ്ങനെ പ്രാർത്ഥനയായിട്ട് അങ്ങനെ പോകുന്നു. അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയർ നടന്നു. ഈ ഫെബ്രുവരി 15-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കാൻ ഞാനിവിടെ വന്നു. ഞങ്ങൾ 7 മണിക്ക് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർ തിരക്കായതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു പുറത്ത് പോയിക്കോ, 11 മണിയാകുമ്പോഴത്തേനും വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുഞ്ഞുമുണ്ട്. എവിടെ പോയാലും കുഞ്ഞ് എന്നും എൻ്റെ കൂടെ കാണും. അവൾക്ക് സ്കൂളിലുണ്ടെങ്കിലും ഞാൻ പറയും പോകണ്ട മോളെ, മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുന്ന മുന്നോണ്ട് അവരെയും കൊണ്ടുപോകും, അവളെയും ഞാൻ കൊണ്ടുവരും. ഇന്നും എൻ്റെ കുഞ്ഞും അപ്പായും വന്നിട്ടുണ്ട്. എന്നിട്ട് 11 മണിയാകുമ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ 10 മണിയായപ്പോഴത്തേനും അവിടെ ചെന്നപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞടി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നാന്ന് തോന്നുന്നു. അപ്പം നീ തുറക്കണ്ട, ഞാനിപ്പോൾ ഉടമ്പടി എടുക്കാൻ പോവല്ലേ, എൻ്റെ മാതാവ് തന്നിരിക്കും എന്നും പറഞ്ഞ് അന്നേരം ഓപ്പൺ ചെയ്തില്ല. ഞാൻ വന്ന് ഉടമ്പടി അതിൻ്റെ പ്രൊസീജിയറെല്ലാം തീർത്ത് തിരിച്ചു ചെന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഓൺലൈനിൽ തുറന്നു നോക്കി. അപ്പം എൻ്റെ മാതാവ് ഒരു മാറ്റവും ഇല്ലാതെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്ന് അത് സൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തരില്ല എന്ന് പറഞ്ഞ് ആ മാഡം തന്നെ തന്നു. അതാണ് ദൈവത്തിൻ്റെ കൃപ. നിന്നെ ആരെല്ലാം കൈവടിഞ്ഞാലും നിൻ്റെ ദൈവം നിന്നെ കൈവടില്ല. അതെനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മളെല്ലാവരും ബലഹീനരാണ്. ഞാനും ഈ മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് വന്നപ്പോൾ അതിൽ കൂടി എനിക്ക് ദൈവം തന്ന അനുഗ്രഹം, ആ അനുഗ്രഹം ഞാൻ എന്നും ദൈവത്തോട് യാചിക്കുകയാണ്. എന്നും മാതാവിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇനി എൻ്റെ മാതാവ് എന്നെ സഹായിക്കും. കൂടാതെ 2024 സെപ്റ്റംബറിൽ ഞങ്ങൾ കൃപാസനത്തിലോട്ട് വരാനായിട്ട് വെളുപ്പിനെ 6 മണിക്ക് SD കോളേജിൻ്റെ ആ ജംഗ്ഷനിൽ വന്നു.
അപ്പം കാറ് ഡിവൈഡറിൽ ഇടിച്ച് കയറിയിട്ട് അവിടെ ഒരു മെറ്റൽ റോഡുണ്ടായിരുന്നു, അതേ തൂങ്ങി നിന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരാപത്തും വരാതെ, കാറ് മറിയോ ഇതൊന്നും ചെയ്യാതെ, ഞങ്ങൾക്ക് ഒരു പോറലും പോലും പറ്റാതെ എൻ്റെ മാതാവ് ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അത് അങ്ങനെ വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് ഞാനിപ്പം ജോലിക്ക് അങ്ങനെ പോകുന്നില്ല. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു വോളണ്ടിയർ സ്ഥാപനത്തിൽ ഞാൻ വോളണ്ടിയറായിട്ട് പോയിട്ട് രോഗികളെ വീട്ടിൽ പോയി സന്ദർശിക്കുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ എന്നെ അറിയാവുന്നവർ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ട്യൂബ് മാറാനോ മെഡിക്കേഷൻസ് IV ഫ്ലൂയിഡൊക്കെ കൊടുക്കാൻ ഡോക്ടറിൻ്റെ ഓർഡറോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും. പിന്നെ ഇവിടുത്തെ കൃപാസനം പത്രം എല്ലാ മാസവും വന്ന് പല പ്രാവശ്യങ്ങളായിട്ടാണേലും എല്ലാ മാസവും വന്ന് പേപ്പർ മേടിച്ച് ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, സ്ട്രീറ്റുകൾ, ഞങ്ങളുടെ അവിടെ നിന്നല്ല, ഞാൻ തിരുവനന്തപുരം തൊട്ട് വയനാട് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പത്രം ഞാൻ കൊണ്ടുപോകും. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞങ്ങൾ 3 പേരും കൂടെ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനെ അറിയിച്ച്, ദൈവത്തിനെ അറിയിച്ച് ഞങ്ങൾ എല്ലാ പേപ്പറും കൊടുക്കും. 15-ാം തീയതി കിട്ടിയ പേപ്പർ ഞാൻ ഇന്നലെയും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ പോയി മുഴുവൻ പേപ്പറും ഞങ്ങൾ കൊടുത്തു. പിന്നെ എന്നാ കഴിയാവുന്ന സഹായങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സഹായങ്ങൾ, ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ, പിന്നെ ഭവനം വെക്കുന്നതിന് ഒരു കോൺട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെയും ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ. വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓൾഡ് ഏജ്, പിന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ട് ഇടയ്ക്ക് പോയി സ്പോൺസർ ചെയ്യും ഫുഡ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഒരു കിളിയെ കണ്ടാലും ഒരു പൂച്ചയെ കണ്ടാലും എന്തിനെ കണ്ടാലും അതുങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ഞാനത് കൊടുക്കും. നമ്മളെപ്പോലെ തന്നെയല്ലേ അതുങ്ങളും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കും. അതുങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ നോക്കും. അത് എൻ്റെ കുഞ്ഞുനാളിലേ തൊട്ടുള്ള സ്വഭാവമാണ്. പക്ഷേ അതൊക്കെ ദൈവം ഇനി എന്നെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഇനി എനിക്കത് കൂടുതലായിട്ട് ചെയ്യുവാൻ ദൈവാനുഗ്രഹം തരുമെന്ന പരിപൂർണ വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ പ്രാർത്ഥനയൊക്കെ എനിക്ക് മുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ സമയം തെറ്റാതെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ ചേർന്ന്, എൻ്റെ കുടുംബമായിട്ട് കൂടുതൽ ചേർന്ന് അന്ത്യം വരെയും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും എൻ്റെ മാതാവ് അത്ഭുതങ്ങൾ എന്നിൽ പ്രവർത്തിക്കും, അതെനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ പല കാര്യങ്ങളും എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ സഹായിക്കും. ആ പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3:6 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. 2.5 വർഷമായി തനിക്ക് തൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, 52 വർഷമായി താൻ ജനിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. 2.5 വർഷമായപ്പോഴാണ് തനിക്ക് US പോകാനുള്ള സാഹചര്യങ്ങൾ അടുത്ത് വരുമ്പോഴാണ് ഇത് വേണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ ഈ മകൾക്ക് വരുന്നത്. അങ്ങനെ എങ്ങനെയാണ് തനിക്ക് തൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ തടസ്സങ്ങൾ മാറുന്നത്? കൊടുക്കില്ല എന്ന് കിട്ടാൻ യാതൊരു ചാൻസുമില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെ തരില്ല എന്ന് പറഞ്ഞ വ്യക്തി തന്നെ സൈൻ ചെയ്ത് തനിക്ക് തൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തനിക്കിന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിനൊക്കെ ഈ മകൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ തനിക്ക് തങ്ങൾക്ക് കിട്ടിയ ഒരു സംരക്ഷണം, അപകടത്തിൽ നിന്ന് കിട്ടിയ സംരക്ഷണം, എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ വയനാട് വരെ കൃപാസന പത്രം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ തങ്ങൾ കൊടുക്കുന്നതും എല്ലാവരോടും തനിക്ക് കിട്ടിയ അനുഗ്രഹം
അത് പരിശുദ്ധ അമ്മയിലൂടെ തന്നെ തനിക്ക് ലഭിച്ചതാണെന്ന്, അതിന് മറ്റ് വഴികളൊന്നുമില്ല. 25 വർഷമായി താൻ ജനിച്ച സ്ഥലത്ത് നിന്ന് തങ്ങൾ മാറി താമസിച്ചിട്ട്, അല്ലേ, അങ്ങനെ മാറി താമസിച്ചിട്ട്, അപ്പോൾ തനിക്ക് ആരുമില്ല പറയാനും ഒന്ന് സ്വാധീനിക്കാനൊന്നും. അങ്ങനെ യാതൊരു രീതിയിലും ലഭിക്കില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ സമയച്ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ അമ്മ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അമ്മയ്ക്ക് ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയിട്ടുള്ള അധികാരം അത് അമ്മ നമുക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഈശോയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് നീതു ബിനു. ഞാൻ മാൻമട്ടത്തു നിന്ന് വരുന്നു. സെൻറ്റ് ജോർജ് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ 2018 ഡിസംബർ 24-നാണ് ഫസ്റ്റ് ഉടമ്പടി ചെയ്തത്. അതുവഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് 2017 ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ ബൈക്കിൽ കയറിയപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റുകൾ മുഴുവനും പൊട്ടിപ്പോയി. അങ്ങനെ പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അന്ന് സൺഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലില്ലായിരുന്നു. അന്ന് ഡോക്ടേഴ്സിനെല്ലാം ലീവായിരുന്നതിനാൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ചെന്നു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുട്ടിൻ്റെ ഒരു 90% ഞരമ്പുകൾ മുഴുവനും പൊട്ടിപ്പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സങ്കടം കണ്ടിട്ട് അവർ എൻ്റെ കാലൊന്ന് വാർത്തിടാമെന്ന് പറഞ്ഞ് 3 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടു. അങ്ങനെ ഞാനൊരു 3 തവണ അങ്ങനെ വീട്ടിലൊരു 9 മാസത്തോളം കിടന്നു. എന്നിട്ടും എൻ്റെ കാലിങ്ങനെ മെലിഞ്ഞൊരു പെൻസിൽ പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഒരു 4 ലക്ഷം രൂപയോളം വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചു പോന്നു. 2018 ഞാൻ കുറവലങ്ങാട് പള്ളിയിലൊന്ന് പോയിരുന്നു. ആ സമയത്ത് കുറവലങ്ങാട് പള്ളിയിൽ വെച്ചാണ് എനിക്കൊരു പത്രം ആദ്യമായിട്ട് കിട്ടുന്നത്. ആ പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിഞ്ഞത്. ഇവിടെ ഞങ്ങൾ 2018 ഡിസംബർ 24 വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തൊരു 3 മാസത്തിനകം അമ്മ എൻ്റെ കാലിന് സൗഖ്യം തന്നു. പരിശുദ്ധ അമ്മയുടെ തൈലം തേച്ചും അമ്മയുടെ വെഞ്ചിരിച്ച കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 4 ലക്ഷം രൂപ പറഞ്ഞ് സർജറി വെറും 10 പൈസ പോലും മുടക്കില്ലാതെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗവും ഇതുപോലെ തന്നെയാണ്. എനിക്ക് 2017 തൊട്ട് എൻ്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. ആ സമയത്തും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2018 ആയപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ കഴുത്തിന് ഭയങ്കര വേദന തുടങ്ങി. അപ്പോൾ എനിക്ക് രാത്രി കാലങ്ങളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി സ്കാൻ ചെയ്തു. വീണ്ടും ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞു കഴുത്തിൻ്റെ താഴെക്കൂടെ ഒരു എല്ലും കൂടെ വളർന്നു വരുന്നുണ്ട്. ഇത് രണ്ടും കൊണ്ട് ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോന്നു. അന്നേരം എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കരുതി നീ പേടിക്കുമൊന്നും വേണ്ട, വേറെ ഒരു ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു മത്തായി ഡോക്ടറെ പോയി കണ്ടു. അവിടെ ചെന്ന് ഞങ്ങൾ മത്തായി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ സ്കാനിങ് മുഴുവനും കാണിച്ചു. സ്കാനിങ് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഞങ്ങളവിടെ ചെന്ന് ഇങ്ങനെ സ്കാനിങ് കാണിച്ചു. സ്കാനിങ് ആദ്യം അദ്ദേഹം പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹം നേരെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. മുറ്റത്ത് കൊണ്ടുവച്ച് സൂര്യപ്രകാശത്തിൽ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്കാനിങ്ങിനാണ് ആയിട്ട് പോയി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു എല്ലുമില്ല, ഒന്നുമില്ല, വേഗം നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞോട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അമ്മ തന്ന അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു. 2019 എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര തുമ്മലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴെല്ലാം ഭയങ്കര ശ്വാസം മുട്ടലുണ്ടായിരുന്നു. 2019 ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വരും, ആ സമയത്ത് എൻ്റെ തുമ്മലും മുഴുവനും മാറ്റി തരണമെന്ന്. അത് തുമ്മി കഴിഞ്ഞിട്ടുണ്ട് കുറേ സമയം ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. ചെവിക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും, കണ്ണിന് ചൊറിച്ചിൽ വരും, മൂക്കിനെല്ലാം ഭയങ്കര ചൊറിച്ചിലാണ്. ഒരു 10-11 ആകുമ്പോഴത്തേക്ക് ഈ തുമ്പലും ചൊറിച്ചിലൊക്കെ മാറുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കുചേർന്നു. ആ ജപമാല റാലിയുടെ ഏത് ഭാഗത്ത് വെച്ചാണെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഈ രോഗം മുഴുവനും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു.
പിന്നീട് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ആ സമയത്താണ് 2021 ഞാൻ ഒരു ഹൈപ്പർ തൈറോയ്ഡ് പേഷ്യൻ്റായി. ആ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. ബി പിയിൽ എപ്പോഴും ഒരുപാട് വേരിയേഷൻ വന്നു. ആദ്യം ബി പി എന്ന് പറഞ്ഞ് ബി പിക്ക് കുറേ നാൾ ഞാൻ മരുന്ന് കഴിച്ചു. എന്നിട്ട് എൻ്റെ രോഗമൊന്നും മാറിയില്ല. പിന്നീട് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി വന്നു. ഹാർട്ട് ബീറ്റ് എപ്പോഴും 100-ന് മേളിൽ നിന്നു. 100, 120 വരും. എൻ്റെ ബി പി 190, 140 വന്നു. എൻ്റെ വെയിറ്റ് ആണെങ്കിൽ 90 കിലോയെ വന്നു. കൊളസ്ട്രോൾ 300-ൽ വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടായി. എൻ്റെ തലയെപ്പോൾ ഇങ്ങനെ കറണ്ട് അടിക്കുന്ന പോലെ വരും. എന്നിട്ട് എൻ്റെ ശരീരം മുഴുവനും വെട്ടി വിയർത്ത് കഴിഞ്ഞാൽ ഒരു കരിങ്കല്ലെ പിടിക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി, ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് വീണ്ടും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിലുള്ള ഒരുപാട് നേർച്ച വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അമ്മയുടെ കാശുരൂപം മാത്രമേ അന്ന് ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ കാശുരൂപം വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഈ രോഗം മാറ്റി തരണമേ എന്ന്. ഈ രോഗം ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 4 വർഷത്തോളം കിടപ്പായിപ്പോയി. അവസാനം വീണ്ടും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഹൈപ്പർ തൈറോയ്ഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും TSH ഹോർമോൺ 0 വന്നു. അതുകൊണ്ടാണ് ഈ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലാകുന്നതെന്ന് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലയെന്ന് ഞങ്ങളോട് പറഞ്ഞു വിട്ടു. എന്നാലും വീണ്ടും ഞങ്ങൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തൈറോയിഡിനുള്ള മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ച് എൻ്റെ ചെവിയുടെ 25% കേൾവിയും പോയി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ചെവിയുടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവരെന്നോട് പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ കേൾവി മുഴുവനും പോകും, അതുകൊണ്ട് നിങ്ങൾ എൻഡ്രോകൈനോളജി വിഭാഗത്തിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടുന്ന് വീണ്ടും ഞങ്ങൾക്ക് സ്കാനിങ് തന്നു. അങ്ങനെ അത് ഹാരിത്താസിൽ മാത്രമേ ഉള്ളൂ ആ സ്കാനിങ്. അങ്ങനെ ഞങ്ങൾ ഹാരിത്താസിൽ ചെന്നു. അതിൻ്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ക്യാഷ് ഭയങ്കര കൂടുതലാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫോൺ നമ്പർ മേടിച്ച് തിരിച്ചു പോന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും പൈസയൊക്കെ ആയിട്ട് ചെന്നു. അങ്ങനെ ആ സ്കാനിങ് അവിടെ വെച്ച് നടന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് എഴുതി തന്നിരുന്നു, തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞാണ് എനിക്ക് എഴുതി തന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിൽ കയറി കിടന്നു. അവിടെ ഒരു 4.5 മണിക്കൂറിന് ശേഷമാണ് ഈ സ്കാനിങ് മുഴുവനും പൂർത്തിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, ഒരു 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം, അത് കഴിയുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തന്നെ അവർ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ ആകപ്പാട് പേടിച്ച് പോയി, എന്തെങ്കിലും രോഗം ഉണ്ടായിട്ടാണെന്ന് കരുതി. പക്ഷേ ശനിയാഴ്ചയായിരുന്നു ഡോക്ടറെ കാണേണ്ട ദിവസം. അങ്ങനെ ഞങ്ങൾ ആ സ്കാനിങ്ങുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളുമില്ല, അങ്ങനെ ഒരു അണുക്കൾ പോലും എൻ്റെ ശരീരത്തിലില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം ഞാൻ 2024 ഡിസംബർ മാസം എൻ്റെ എല്ലാ മരുന്നുകളും നിർത്തിയതാണ്. ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് പോലും ഒരു രോഗത്തിന് പോലും കഴിക്കുന്നില്ല. അന്ന് എൻ്റെ ഫാറ്റി ലിവർ ആണെങ്കിൽ സെക്കൻഡ് ഗ്രേഡായിരുന്നു. അങ്ങനെ ഒരു 13-14 രോഗങ്ങളാണ് എൻ്റെ ശരീരത്തെ ബാധിച്ചത്. ഒറ്റ സ്കാനിങ്ങിലൂടെ ഇവിടെ വന്ന് ഞാൻ പിന്നീട് 2024 വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ തൈറോയ്ഡ് രോഗമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്താണ് അമ്മയെ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഈ കൃപാസനത്തിൽ വന്നു, പക്ഷേ ഇവിടെ പരിശുദ്ധമായിട്ടുള്ള കുമ്പസാരം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ നോക്കിയിട്ട് ഇവിടെ ധ്യാനവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ കുമ്പസാരിക്കണമെന്നോർത്ത് ഉള്ള വിചാരത്തിൽ ഇവിടെയെല്ലാം ഈ തിരക്കുകളിലൂടെയൊക്കെ നടന്നു. പക്ഷേ എനിക്ക് കുമ്പസാരിക്കാനും പറ്റിയില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ ഒരു ഭിത്തിയിൽ എന്തോ ഒരു പത്രത്തെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ പത്രത്തിൽ ഇങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഒരു വെള്ള പേപ്പറാണ്. ആ പേപ്പറിൽ മുഷിഞ്ഞ അക്ഷരത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ലിപികളൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതൊന്നും നമ്മളുടെ ഭാഷയല്ല, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാഷയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം. അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നപ്പോൾ അമ്മ എനിക്ക് തന്നൊരു സിഗ്നലായിട്ടാണ് ഞാൻ അത് കരുതിയത്. കാരണം എൻ്റെ ഫസ്റ്റ് ഉടമ്പടി 2018 ആയിരുന്നു. അതിനെനിക്ക് സാക്ഷ്യവും പറയാൻ പറ്റിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും വ്യക്തമാകാനും പറ്റിയില്ല. പിന്നീട് കൊറോണ വന്നു, പിന്നെ എനിക്ക് രോഗം വന്നു, ഞാൻ കിടപ്പിലായി. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് സെക്കൻഡ് ഉടമ്പടി എടുത്തതാണ്.
അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറിയത്. ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു 10 പൈസയുടെ പോലും മരുന്ന് പിന്നീട് ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാതായിട്ട് 1 വർഷമോ 1 മാസമോ ആയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 40,000 രൂപ ഞങ്ങൾക്ക് ഇങ്ങനെ കടബാധ്യതയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഷിക വായ്പയിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പൈസ ബാങ്കിൽ അടയ്ക്കണമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഈ പൈസയും ഇല്ല. ഞങ്ങൾ കുറേ പേരോട് വായ്പ ചോദിച്ചിരുന്നു, പക്ഷേ ഇത് കിട്ടിയില്ല. ഞങ്ങൾ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചിട്ടും അവരുടെ കൈവശം പൈസ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ നാളെ വീട്ടിലേക്ക് വരും, എനിക്കൊരു 40,000 രൂപ അമ്മയോടെ കരുതി വെച്ചേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കുറേ പേരുടെ അടുത്ത് പൈസ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നാളെ നമ്മൾ എങ്ങനെയാണ് ബാങ്കിൽ പൈസ അടയ്ക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ നമ്മൾ പള്ളിയിൽ പോകും, തിരിച്ച് വരുമ്പോഴത്തേക്ക് മാതാവ് നമുക്ക് പൈസ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനയൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നു. അപ്പം ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു ചേച്ചിയോട് ഒരു ശകലം പൈസ വായ്പ ചോദിച്ചിരുന്നു. അന്നേരം ആ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ ഇല്ല, ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചുമ്മാ തമാശയ്ക്കായിട്ട് ഞാൻ പൈസ ചോദിച്ചതാണ്. പക്ഷേ ആ ചേട്ടനെ പൈസ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി രാത്രി ആയപ്പോഴേക്കും അദ്ദേഹം വേറെ ഒരാളോട് ചോദിച്ച പൈസ ഒരു 12 മണി ആയപ്പോഴത്തേക്ക് രാത്രി കൊണ്ട് കൊടുത്തു. ആ പൈസ ഞങ്ങൾ പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ, പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പൈസ തരികയും ഞങ്ങൾ ആ പൈസ കൊണ്ട് ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തു. കാർഷിക വായ്പ ആയതുകൊണ്ട് ഒരു ദിവസം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 80,000 രൂപ കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് അമ്മ എനിക്ക് 40,000 രൂപ തന്ന് സഹായിച്ചു. പക്ഷേ ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു വഴിയില്ലായിരുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കൊരു വാഹനം ഉണ്ടായിരുന്നു, ഒരു ആപ്പ ഓട്ടയുണ്ടായിരുന്നു. അത് ഞങ്ങൾ വിറ്റു. അത് ഞാൻ വിൽക്കാൻ നേരത്തെ അമ്മയോട് പറഞ്ഞു, അമ്മേ അതിന് എത്ര രൂപയ്ക്ക് വിറ്റ് പോയാലും അതിൻ്റെ ദശാംശം ഞാനിവിടെ കൊണ്ട് തരുമെന്ന് പറഞ്ഞു. ആ ഒരു നല്ല കാശിന് അത് വിറ്റുപോയി. ഏകദേശം ഒരു 10,000 രൂപ മേളിൽ അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് ദശാംശം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കരുതുന്നത്. പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു സാക്ഷ്യം പറയാനും. പിന്നീട് ഞാനിപ്പോൾ കുറേ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ നീ എന്നെ സഹായിക്കണമെന്നും. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ കയറുന്ന സാക്ഷ്യം പറഞ്ഞത്. അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളിവിടെ എല്ലാ സൺഡേയും വരാറുണ്ട് ധ്യാനം കൂടാൻ വേണ്ടി. ധ്യാനം കൂടിയിട്ട് ഞങ്ങൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെല്ലും. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗികളെയും കാണും. ആ രോഗികളിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഞങ്ങളെ കഴിയുന്ന വിധം സാമ്പത്തികമായിട്ട് ചെയ്യും. ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അതുകൂടാതെ ഞാൻ ശനിയാഴ്ചകളിൽ കുറവലങ്ങാട് പള്ളിയിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെ ഒരുപാട് പേരിങ്ങനെ ഭക്ഷണമില്ലാതെ വഴി സൈഡ് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊണ്ട് കൊടുക്കും. അവർക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഒരു ദിവസം പോലും എനിക്ക് രോഗം വന്നപ്പോൾ പോലും, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ അത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊന്ത മാറ്റിയിട്ടില്ല. എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്നു അത്ര കൊന്ത ഞാൻ ചൊല്ലി കാഴ്ചവെക്കുന്നുണ്ട്. 2015 തൊട്ട് ഞാൻ ചെല്ലുന്ന എല്ലാ കൊന്തകളും ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അമ്മ എനിക്ക് തരാതെ ഇരിക്കത്തില്ല. എനിക്ക് ഇഷ്ടം പോലെ വരുമാനം എൻ്റെ മാതാവിൻ്റെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 50,000 കൊന്തയിലധികം ഞാൻ ചൊല്ലി ഒരു ഡയറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂർ കൂടുതലാണ് എല്ലാ ദിവസവും വായിക്കാറുള്ളത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. നീതു ബിനു തനിക്ക് ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഒത്തിരിയേറെ സൗഖ്യ അനുഭവങ്ങൾ, ഏകദേശം 6 അനുഭവങ്ങളോളം ഈ മകളിവിടെ പങ്കുവെക്കുകയാണ് ഒറ്റ ശ്വാസത്തിൽ.
അതും വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ദൈവം തന്നെ തൊട്ടത്, തനിക്കത് എങ്ങനെ ഫീൽ ചെയ്തു. ഇന്ന് താനൊരു ഡയറി സൂക്ഷിക്കുന്നുണ്ട്. താൻ അമ്മയ്ക്ക് അർപ്പിച്ച ജപമാല മണികളുടെ ഒരു സമാഹാരം 50,000 ജപമാലയോളം താൻ ഇന്ന് ചൊല്ലിത്തീർത്തു. 2015 മുതൽ താൻ ഈ ഡയറി സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഈ മകൾ പറയുക. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് സമ്പത്തുണ്ട്, എൻ്റെ അമ്മ എനിക്ക് തരും. അതുതന്നെയാണല്ലോ, തനിക്ക് 40,000 രൂപ പിറ്റേ ദിവസം വേണം. അമ്മയോട് പറയുന്നു, ഇവിടെ വന്ന് അമ്മയോട്, അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരികയാണെന്നൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ട്, അതും എത്ര സ്വതന്ത്രമായിട്ടൊക്കെ ഓരോ മക്കളും ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവം മോശയോട്, സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്നാണ് തിരുവചനത്തിൽ നാം കേൾക്കുക. ഇത് മോശയോട് സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് മറന്ന് പോയ ഒരു കാര്യമല്ല. ഇപ്പോഴും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ദൈവമക്കൾ ഓരോരുത്തരും ദൈവത്തോട് സംവേദിക്കുന്നത്, അവരുടെ ഹൃദയ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നത്, ദൈവം എങ്ങനെ അത് കേൾക്കുന്നു, അങ്ങനെ തനിക്ക് അതെങ്ങനെ പിന്നീട് ആ പൈസ ലഭിക്കുന്നു, അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്രമാത്രം താൻ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരുമായിരുന്നു. ഇതൊക്കെ ഓരോ വ്യക്തികളും ഇവിടെ വന്ന് പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ തന്നെ തനിക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങളിലൂടെയുമൊക്കെ ഈ മകൾ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം എത്രമാത്രം തനിക്ക് സമീപസ്ഥനാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്ന തിരുവചനമാണിത്. തനിക്ക് കിട്ടിയതെല്ലാം ദൈവിക അനുഭവങ്ങളായിട്ട് ഈ മകൾ പങ്കുവയ്ക്കുകയാണ്. തനിക്ക് 4 ലക്ഷം രൂപയോളം വരുമെന്ന് പറഞ്ഞ തൻ്റെ സർജറി 10 രൂപ പോലും മുടക്കില്ലാതെ തനിക്ക് നടന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം. അതുപോലെ തനിക്കൊരു എല്ല് വളരുന്നുണ്ട്, അതുകൊണ്ട് അതിനൊരു സർജറി വേണം. കഴുത്തിന് അതിഭയങ്കരമായ വേദന. പിന്നീട് സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം അവിടെ ഇല്ല. അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തനിക്ക് ഓരോ കാര്യത്തിലും ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം, കോവിഡിൻ്റെ സമയത്ത് താൻ എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയി, തൻ്റെ വെയിറ്റ് എത്ര, തൻ്റെ കൊളസ്ട്രോൾ എത്ര, ഹാർട്ട് ബീറ്റ് എങ്ങനെ, ഓരോന്നും ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. എന്നാൽ അങ്ങനെ തനിക്ക് തൈറോയിഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. പിന്നീട് അതുമല്ല, തനിക്ക് ഇതിങ്ങനെ ഉണ്ടെന്നൊക്കെ ആര് പറഞ്ഞു എന്നാണ് പിന്നീട് ഡോക്ടർ ചോദിക്കുന്നത് മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയന് പോകുമ്പോൾ. അപ്പോൾ ഇതൊന്നും എക്സാജറേഷനാണോ? ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നീതുവിനോട് നമ്മൾ പറയുമ്പോൾ നീതു ഒരിക്കലും സമ്മതിക്കില്ല. നീതുവിൻ്റെ ജീവിതത്തിലെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്, അനുഭവങ്ങളാണിത്. ഒരിക്കലും നീതുവിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ നീതു ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ഇവിടെ വന്ന് പങ്കുവെക്കുന്നതല്ല. ഈ മകള് അനുഭവിച്ച വേറിട്ട നേർക്കാഴ്ചകൾ, ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ താൻ എങ്ങനെയൊക്കെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയോട് അടുക്കുന്നത്, ഇത് തന്നെയാണ് കൃപാസനത്തിൻ്റെയും ഒരാസ്തി. തനിക്കിന്ന് 50,000 ജപമാലയോളം താൻ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിൽ 4 വയസ്സ് മുതൽ ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അന്ന് മുതലുള്ള അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അത് എല്ലാം ഈ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയായിട്ടുണ്ട്. ആ ഒരു ബാങ്കിൽ നിന്നാണ് നാം ഒക്കെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഉടമ്പടിയെടുത്ത് നമ്മുടെ എളിയ ജീവിതത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നാം മുമ്പോട്ട് പോവുക. അതുതന്നെയാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിലൂടെ കൃപകൾ നേടുവാനായിട്ട് ഇടയാവുക. ഇന്ന് ഈ മണ്ണിൽ നാം വന്നിട്ടുണ്ടെങ്കിൽ അത് ആകസ്മികമല്ല, അവിചാരിതമല്ല, അത് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, മറ്റെല്ലാ ജനതകളെയും കാൾ നിങ്ങൾ ചെറുതായിരുന്നു.
നിയമാവർത്തന പുസ്തകം 7:7 തിരുവചനമാണിത്. ഇന്ന് ഈ മകൾക്കും പറയുവാനുള്ളത് തന്നെയാണ്. തന്നെ തിരഞ്ഞെടുത്തത് തൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്നും തനിക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങളൊക്കെ ഒരിക്കലും അവിചാരിതങ്ങളല്ല, അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളാണെന്നും നീതു ഇന്ന് ലോകസമക്ഷം ഉറക്കെ പ്രഘോഷിക്കുകയാണ്. നമുക്കും ഈ മകളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് നിവിൻ ജോസ്. ഞാൻ കോടന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 28-നാണ്. ഞാൻ ഇതെൻ്റെ ഭാര്യയും മക്കളും. ആദ്യമേ തന്നെ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 6 മാസം ഞങ്ങൾ സെപ്പറേറ്റായിട്ട് നിൽക്കുകയായിരുന്നു. പല പ്രശ്നങ്ങൾ കൊണ്ടും എനിക്ക് കുറച്ച് ഈഗോയും നല്ല ദേഷ്യവും ഉള്ള സ്വഭാവമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത് ജീവിതം ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല. ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ മദ്യപിക്കും. അപ്പോൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന ചിന്തകളുകൊണ്ട് കുറച്ച് ലാഗായി. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രം വിചാരിച്ചാൽ, എൻ്റെ ഈഗോ മാത്രം വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച പോലെ കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉടമ്പടി എടുക്കണം തീരുമാനിച്ച് ഞാൻ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അതിലേറ്റവും വലിയൊരു അത്ഭുതമായി തോന്നിയത് 6 മാസം ഞങ്ങൾ സെപ്പറേറ്റായിട്ട് കുറേ പ്രശ്നങ്ങൾ കൊണ്ട് സെപ്പറേറ്റായി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ 6 മാസം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, കാശുരൂപം വെഞ്ചരിച്ച് തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം ഞങ്ങൾ ഒരുമിച്ച് തന്നു. എനിക്ക് തരാനുള്ള മെയിനായിട്ടുള്ള കാര്യം, കാരുണ്യപ്രവർത്തികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പത്രം കൊടുക്കുന്നു, സഹായിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുറേശ്ശെ ചെയ്തെല്ലാം ഒരുവിധമൊക്കെ റെഡിയായി. എങ്കിലും ഇവിടെ 2-3 വട്ടം ഞാൻ കൗൺസിലേഴ്സിൻ്റെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ അവർ പറയും, നീ കാരുണ്യപ്രവർത്തികൾ അനാഥാലയങ്ങളിൽ പോയി നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടുത്തെ കൗൺസിലേഴ്സ്. അപ്പോൾ എനിക്കത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ മക്കളെ എനിക്ക് കിട്ടുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഒളിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഈ 6 മാസം. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും സന്തോഷമായിട്ട് നിൽക്കുന്നത് മാതാവിൻ്റെ ഒറ്റ കൃപയാലാണ്. മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് കാര്യം നടന്നത്, ഞാൻ എൻ്റെ തൃശ്ശൂർ പോപ്പ് വേൾ മേഴ്സി ഹോമിൽ പോയി അവിടെ പോളിയോ ഒക്കെ ബാധിച്ച് കിടക്കുന്ന 20 രോഗികളുണ്ട്. അവരെ കുളിപ്പിക്കുന്ന സമയത്ത് 8 മണി അവിടെ ചെന്നിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. അവരുടെ ഒരു കഴുത്ത് ജസ്റ്റ് അനങ്ങുള്ളൂ. അങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ട്, ബാക്കി ഒന്നും അനങ്ങില്ല. അവരെ കുളിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ അവരാണ് എനിക്ക് ഈ കുടുംബജീവിതത്തിനെക്കുറിച്ചും ഈഗോ, ദേഷ്യം, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ തന്നു, വചനത്തിലൂടെ ബോധ്യങ്ങൾ തന്നു. ആ ഒരൊറ്റ കാരുണ്യപ്രവർത്തനം കൂടെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഇന്ന് ചേർന്ന് നിൽക്കുന്നത്. അപ്പം അതിന് അമ്മ മാതാവിനോടും ഈശോയോട് ഒരു കോടി നന്ദി പറയുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലെ. പിന്നെ എൻ്റെ മകൻ ഏതൻ ജനിച്ച് അവൻ്റെ യൂറിൻ പാസ് ചെയ്യണ സമയത്ത് ആ ചർമ്മം അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വർഷം നോക്കണം, 3 വർഷം കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയമായതുകൊണ്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി തൈലം ഒരാഴ്ച ഞാൻ പരട്ടി, ഞാൻ കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ 3 ആളുടെ ശരീരത്തിലും പരറ്റും. അപ്പോൾ ഏതെൻ്റെ ശരീരത്തിൽ ഒരാഴ്ച ഞാൻ പരട്ടിയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 3 വർഷമായിട്ട് ശരിയാവില്ല, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് 3 ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. അവർ കൺഫേം പറഞ്ഞതാണ് ഓപ്പറേഷൻ. അത് ഒരാഴ്ച പറ്റി കഴിഞ്ഞപ്പോൾ അത് ഒരു ദിവസം യൂറിൻ പാസ് ചെയ്യണ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ അത് പൂർണ്ണമായി ആ ചർമ്മം അവിടെ റെഡിയായി. ഇതാണ് അത് വലിയ അത്ഭുതമായി. അതുപോലെ തന്നെ ആരാധ്യ, അവൾക്ക് അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നം
ഇതേപോലെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഭയങ്കര വായ തുറന്ന് സംസാരിക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ അഡിനോയിഡിൻ്റെ ഭയങ്കര. അപ്പോൾ ഇവിടെ ഒരു ഗ്രന്ഥി വളർന്നു വരുന്നുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളുടെ ശരീരത്തിലും ഞാൻ എണ്ണ പുരട്ടാറുണ്ട്, ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അതും ഞങ്ങൾക്ക് സൗഖ്യപ്പെടുത്തി തന്നു. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് PCODയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മൂക്കിൽ തുമ്മൽ വന്ന അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 3 വ്യക്തികൾക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ 3 ആൾക്കും ഉടമ്പടി തരും, പറ്റി കൊടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു 2 വർഷമായിട്ട് ഇവൾക്കും അങ്ങനെയുള്ള PCODയുടെ സംഭവം, അലർജി സംഭവം പൂർണ്ണമായി എടുത്തു മാറ്റി തന്നു. എനിക്കും എൻ്റെ ചെവിക്ക് ചെറിയൊരു ചെറുതായിട്ട് മൂക്കിന് ദശ വന്ന ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ ചെവിയിൽ ചെറുതായിട്ടൊരു ചെറിയ വെള്ളം പോലെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു. അത് ഇപ്പം എനിക്ക് തീരെ ചെവിയിൽ വെള്ളം വരുന്നില്ല, നല്ല ഡ്രൈ ആയിട്ട് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെനിക്ക് വലിയ സൗഖ്യം കിട്ടി. പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു ത്വക്കിൻ്റെ ഇത്, അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എടുക്കുന്നതിനേക്കാളും മുമ്പ് അധികം വിശ്വാസമൊന്നുമില്ല, ജസ്റ്റ് പള്ളിയിൽ പോവും, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിയിൽ പോവും, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാ കാര്യവും. പിന്നെ എനിക്ക് കോൾ ഡ്രൈവറാണ്, വാഷിംഗ് മെഷീൻ റിപ്പയറിങ്, ഇലക്ട്രോണിക്സ് റിപ്പയറിങ് ഉണ്ട്. അപ്പോൾ അവരോട് പോകുന്നവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ കുറിച്ച് പറയും. കൃപാസനത്തിൻ്റെ ഡെയിലി ബ്രെഡ് അച്ഛൻ ഇവിടെ തരുന്ന കാലത്ത് 10 മിനിറ്റിൻ്റെ ഞാൻ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ എനിക്കത് വേറൊരു ബോധ്യം കിട്ടി. ഞാനപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഓരോ സെക്കൻഡ്, ഓരോ 10-30 സെക്കൻഡ് 30 സെക്കൻഡുള്ള ഫുള്ളായിട്ട് ഇരുന്ന് 1 മണിക്കൂർ ഒരു ദിവസം അതിലിട്ട്, അങ്ങനെ കൂട്ടുകാരന്മാരായാലും പല ആൾക്കാരെല്ലാം കാണുമ്പോൾ കളിയാക്കിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറേ നമ്മുടെ ദുഷിച്ച കുറേ കൂട്ടുകെട്ടുകളൊക്കെ പോയി, അവൻ നന്നായി, അവൻ ദൈവത്തിൻ്റെ കൂടെയായി എന്ന് വിചാരിച്ച് എനിക്ക് നല്ല നല്ല കൂട്ടുകെട്ടുകളും കുറേ അതിനോടനുസരിച്ച് ജോലിയിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു 11 വർഷം മുമ്പ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 11 വർഷം മുമ്പ് ഞാനൊരു കാറ് എൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പല പല പേപ്പർ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കതെൻ്റെ പേരിലായിട്ടുണ്ടായിരുന്നില്ല. പേരിലാവാണ്ട് അത് 15 വർഷം കഴിഞ്ഞു. എക്സ്പയറി ഡേറ്റ് 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാണ്ട് എൻ്റെ വീട്ടിൽ അതൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ കേസ് വരും, പ്രശ്നങ്ങൾ വരും. അവൻ എറണാകുളത്തുള്ള ആളും ഞാൻ തൃശ്ശൂരുള്ള ആളും. അവനെ എന്നും വിളിച്ച് പറയും, ഇതൊന്ന് കൊണ്ടുപോ, നീ പൈസ പിന്നെ തന്നാലും മതി, എനിക്കിപ്പോൾ ഞാൻ ലാസ്റ്റ് പൈസ വേണ്ട, നീ ഇത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞാലും ഇത് വീടിൻ്റെ മുമ്പിൽ കിടന്ന് നശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾ വരെ ആ പൊടി പിടിച്ച് കിടക്കുന്ന കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് കാശ് രൂപം ഫോട്ടോ അതിൽ വെച്ച് എല്ലാ ദിവസവും അതുമേ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടെ കുരിശ് വരച്ച് ഉടമ്പടി തൈലൊക്കെ പരട്ടി ഉപ്പൊക്കെ കൊണ്ടിട്ട് എല്ലാം പ്രാർത്ഥിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അവനോട് ഞാൻ എല്ലാ വട്ടം വിളിച്ച് പറയും. അപ്പോൾ അവൻ പറയും, ഒരാഴ്ച ഞാനിത് അടുത്ത ആഴ്ച വന്ന് കൊണ്ടുപോവാണ്, എല്ലാം ക്ലിയറാക്കി തരാം, നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ 11 കൊല്ലം അങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഭവം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവനത് ആ കാറ് അവൻ വന്ന് പൈസയായിട്ട് തന്നില്ലെങ്കിലും അവൻ ആ കാറ് അവിടെ നിന്ന് കൊണ്ടുപോയി. ഞാനൊരു അഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. ആ അഗ്രിമെൻറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയാലാണ് എനിക്കൊരു സമാധാനം ആവുള്ളൂ, ഭാവിയിൽ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ. ആ സംഭവം ആ എഴുതിയ അഗ്രിമെൻറ്റ് എനിക്ക് തിരിച്ചു തന്നു. അത് വലിയൊരു അത്ഭുതമായി. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തമില്ലാത്ത പോലെയാണ് വൈഫിനും തോന്നിയിരുന്നതും. മക്കൾക്ക് വരെ എന്നെ ചോദ്യം ചെയ്യണ അവസ്ഥ, പപ്പ എന്തിനാണ് ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് ചെന്ന് പെട്ടത് എന്ന് കൂടെ അവർ വരെ ചോദ്യം ചെയ്യണ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കി അവരുടെ ജീവിതം, അവർ ഒരു ശ്വാസം എടുത്തിട്ട് ജസ്റ്റ് കഴുത്തിങ്ങനെ വെട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർ 63 വയസ്സായ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ജീവിക്കാനായിട്ട് ഇപ്പോഴും കൊതിയാണ്. അവർക്കൊന്നും 63 വയസ്സ് കഴുത്ത് മാത്രം അനങ്ങണുള്ളൂ. വേറൊരു സ്ഥലം അനങ്ങണമെങ്കിൽ ഞാൻ അനക്കി കൊടുക്കണം, കുളിപ്പിക്കുമ്പോഴായാലും. അപ്പോൾ അവരുടെയൊക്കെ ജീവിക്കാനുള്ള ഒരു കൊതി തോന്നുമ്പോൾ എനിക്കൊക്കെ നിരാശ വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനോടൊക്കെ തിരുക്കുമാനോടും അതിനോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് കിട്ടിയ ജീവിതം നല്ല സന്തോഷകരമായിട്ട് കുടുംബത്തിന് മുൻനിർത്തി കൊണ്ടുപോകാൻ വീണ്ടും കൃപകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈഫിനായാലും
എനിക്ക് തീരെ വിശ്വാസം കുറവായിരുന്നു. അപ്പോൾ വൈഫ് കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് നല്ല ദൈവഭക്തിയുള്ള ചെക്കനെ കിട്ടണം, പിന്നെ മദ്യപാനില്ലാത്ത കിട്ടും. ഇത് രണ്ടും ചെറുതായിട്ട് ഞാൻ മദ്യപിക്കും. ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. അതായത് വിശ്വാസമില്ലാത്ത ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേനയും വിശ്വാസമില്ലാത്ത ഭാര്യ വിശ്വാസമുള്ള ഭർത്താവ് മുഖേനയും വിശദീകരിക്കപ്പെടുന്നതുകൊണ്ട് വചനം എന്നിലൂടെ എനിക്ക് ശക്തി പകർന്നു. അപ്പോൾ എൻ്റെ ഭാര്യയാണ് എനിക്ക് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കാനുള്ള പ്രചോദനം, അവളുടെ സപ്പോർട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയായാലും ഞാൻ മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേരും തൊട്ടപ്പുറത്ത് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കൈവിരിച്ച്. ഞാൻ കണ്ണടച്ച് പോയി ഉറങ്ങുകയാണെങ്കിൽ അവരാണ് എന്നെ ആക്കണത്. പിന്നെ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമെങ്കിൽ അവരാണ് എനിക്ക് ഓർമ്മിപ്പിച്ചെടുത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥനയോടെടുത്ത് ഉടമ്പടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടെ ഒന്നും പറയണ്ട. ഇവർ രണ്ടാളും നല്ല രീതിയിൽ അതെനിക്ക് നല്ലൊരു ബോധ്യമായി തന്നെ. അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, മക്കളെ ഉടമ്പടി എടുക്കുക, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, മക്കളെ എൻ്റെ പിന്നാലെ നിന്നോളും, നമ്മളൊരു പേടിയും പേടിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജീവനുണ്ടെങ്കിൽ ഇവിടെ വന്ന് എല്ലാ ഉടമ്പടിയും പുതുക്കി ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഈ 6 മാസം പ്രശ്നങ്ങളുണ്ടായപ്പോഴും എല്ലാ മാസം വരലും കറക്റ്റായിട്ട് വന്ന് ഇനിയിപ്പോൾ ഒരു വട്ടം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ കൃപാസനത്തിൻ്റെ മുമ്പിൽ കൂടെ എനിക്ക് ഓട്ടം കിട്ടും. ഞാൻ ഡ്രൈവറായതുകൊണ്ട് തിരിച്ച് ഇവിടെ നിന്ന് കാലടിച്ച് ഇതിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് പത്രം വാങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലത്തിൻ്റെ കേസിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു പേപ്പർ വർക്കിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ നടത്തിപ്പിച്ചു. പക്ഷേ ആ വില്ലേജ് ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ സുവിശേഷ പ്രഘോഷണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്പോൾ ഞാൻ മാതാവിനെ കൈപ്പിടിച്ചിട്ട് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. അപ്പോൾ ആ പേപ്പർ വർക്ക് പെട്ടെന്ന് നടത്തി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും നമ്മളത് അവർക്ക് തെളിഞ്ഞ് കാണുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പിന്നെ എനിക്ക് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. നമ്മൾ ഈ കത്തിക്കുന്ന നീല മെഴുകുതിരി, പച്ച മെഴുകുതിരി കത്തിക്കുക, അതിൽ മാതാവ് ഉണ്ണീശോ മെഴുകുരുക്കി നിൽക്കണ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ മാതാവിനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു, മാതാവേ ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ? ഈ മെഴുകുതിരി തന്നെയല്ലേ ഞാനും കത്തിക്കണത്? മാതാവ് എനിക്കതൊരു അത്ഭുതമായിട്ട് കാണിച്ചു തരണേ, എനിക്കെൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാണിച്ചു തരണമെന്ന് പറഞ്ഞ് കണ്ണ് തുറക്കല്ല, ആ മെഴുകുതിരി മാതാവിൻ്റെ രൂപമായി മാറി എന്നുള്ളതാണ്. ആ മെഴുകുരുകി മാതാവിൻ്റെ രൂപമായി നിന്നു. ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി. ഇപ്പോൾ എൻ്റെ പിള്ളേർക്കായാലും പിന്നെ ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവിന് ഇന്ന് കണ്ടോ എന്ന് ചോദിച്ചവർ ഓടി വരും. അങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാത്തിനും നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി, ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്ത കാരുണ്യത്തിനനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. തോബിത്തിൻ്റെ പുസ്തകത്തിലെ ഈ തിരുവചനങ്ങൾ സാറായും തോബിയാസും വിവാഹിതരാകുന്നതും പിന്നീട് താൻ വിവാഹം ചെയ്യുന്ന വ്യക്തികളൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ സാറ ദുഃഖിച്ചിരിക്കുന്ന ഒരു മകള്, ആ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് തോബിയാസ് എന്ന മകനെ നൽകി ദൈവം ആ ദമ്പതികളെ അനുഗ്രഹിക്കുന്ന ഒരു വചനഭാഗത്തിലൂടെയാണ് ഈ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കടന്നു പോകുവാൻ കഴിയുക. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല, അവിടുത്തെ അനന്ത കാരുണ്യത്തിനനുസൃതമായി അങ്ങ് അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു എന്ന് തിരുവചനം പറയുന്നു. 11 വർഷമായി തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ 6 മാസമായിട്ട് ഹസ്ബൻഡും വൈഫും അകന്ന് നിൽക്കുക, ദാമ്പത്യ പ്രശ്നങ്ങൾ, തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെങ്ങനെ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തന്നിൽ നിന്ന് അകറ്റി ഉടമ്പടിയെടുത്ത്
താൻ എല്ലാം മനസ്സിലാക്കുകയാണ്. അത് ഉടമ്പടി എടുത്തതിലൂടെ ആദ്യമേ മനസ്സിലായ കാര്യമല്ല. താൻ ശുശ്രൂഷിക്കാൻ പോയ ആ അവസ്ഥയിലുള്ള രോഗികൾ, അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ജീവിതം കിട്ടിയിട്ടും താൻ എന്തേ ഇങ്ങനെയായി എന്നുള്ള ഒരു ബോധ്യം, ഈ ഒരു സെൽഫ് അവെയർനെസ് ഇത് ഈ മകന് കിട്ടുകയാണ്. അതാണ് നിവിൻ ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ തനിക്ക് കിട്ടിയ ആ അവബോധത്തിലൂടെ തനിക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ തനിക്ക് ജീവിക്കാൻ സാധിച്ചു. തനിക്ക് തൻ്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനായി താനൊരു മറ്റൊരു വ്യക്തിയായിട്ട് താൻ മാറി. തൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ മാറി. തന്നിലൂടെ തൻ്റെ സ്വരം കേൾക്കുമ്പോൾ അകന്നു പോയിരുന്നവർ ഇന്ന് കുടുംബത്തിൽ ഒരുമിച്ച് വസിക്കുവാനായിട്ടും അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനുമായിട്ടുമൊക്കെ ഉടമ്പടി തങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് 13-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. മുഖം മറയ്ക്കാത്ത ദൈവം എങ്ങനെ പിന്നീട് ഈ മക്കളുടെ കുടുംബത്തെ ധന്യമാക്കുന്നുവെന്നും പിന്നീട് തൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ, തൻ്റെ വൈഫിന് കിട്ടിയ സൗഖ്യാനുഭവം തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ലാതിരുന്ന 10 വർഷത്തിലേറെയായിട്ട്, തങ്ങൾക്ക് 11 വർഷമായിട്ട് തൻ്റെ പേരിലാകാത്ത ഒരു വെഹിക്കിള്, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് അതിനെല്ലാം ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത്, ഇതെല്ലാമാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക, ഉടമ്പടിയിലൂടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ മകൻ തന്നെ ഇവിടെ പങ്കുവെച്ചു. എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നാം നയിക്കേണ്ടത്? ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് അപ്ഡേഷനാണ്. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ഇത് കുറച്ച് സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് ആരും ഉടമ്പടി ധ്യാനം കൂടാതിരിക്കരുത്. അത് അത്രയേറെ പ്രാധാന്യമുള്ള തിരുവചനങ്ങൾ അച്ഛന് ഓൺലൈനിലൂടെ ഈശോ അച്ഛനോട് സംസാരിക്കുന്നതാണ്. അച്ഛൻ പഠിച്ചൊരുങ്ങി വന്ന് പറയുന്ന ഒരു പള്ളി പ്രസംഗമല്ല അത്. അച്ഛൻ നമുക്ക് വേണ്ടി അച്ഛനോട് ദൈവാരൂപി അപ്പോൾ സംസാരിക്കുന്നതാണ്. എത്രയോ പേരാണ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി, എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഉടമ്പടി ധ്യാനം അച്ഛൻ നടത്തിയതുപോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതൊക്കെ പറയുമ്പോൾ വ്യക്തികളെ എങ്ങനെയാണ് ആ ഉടമ്പടി ധ്യാനം വിശുദ്ധീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയർ, 5:30ക്കുള്ള പ്രെയറാണത്. അതൊക്കെ ഇന്ന് താൻ എന്തെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് താൻ എന്തെല്ലാം ചെയ്യുന്നു. അതുവഴിയൊക്കെ മറ്റുള്ളവർ തന്നെ പരിഹസിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ അതൊന്നും തനിക്കിന്ന് ഒരു പരിഹാസമല്ല. ഈശോയ്ക്ക് വേണ്ടി താൻ ഏറ്റെടുക്കുന്ന ഏറ്റവും തീഷ്ണതയുള്ള ദൈവാനുഭവങ്ങളായിട്ട് അതിനെയൊക്കെ ഈ മകൻ മാറ്റുകയാണ്. അതുകൊണ്ടാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക. നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് എപ്പോഴും തന്നെ പോസിറ്റീവ് ആകണമെന്നില്ല. എന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ പരിഹസിക്കുവാനായിട്ട് അവർ നമ്മെ നോക്കി പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വിലയുള്ളതാണെങ്കിൽ അതൊരിക്കലും നാം പരാജയപ്പെടാനല്ല. ഇതാണ് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നന്മ കാണാൻ കഴിയാത്തിടത്തും നമുക്ക് നന്മ കാണാൻ കഴിയും. അതിലൂടെ ദൈവമഹത്വം പ്രകടമാകുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകരുത്, മുൻപോട്ട് തന്നെ പോകണം. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് ഇന്ന് നിവിനും കുടുംബവും ഇവിടെ വന്ന് നിന്ന് നിവിന് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് തനിക്ക് തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടി, തൻ്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.